ഹലോ ഗൈസ്, നമ്മളിപ്പോൾ നോർത്ത് സുമാത്രയിലോട്ടുള്ള ട്രിപ്പിലാണ്. അപ്പോൾ വണ്ടി വന്നിട്ടുണ്ട് നമ്മളെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ തവണ പോകുന്നത് അബുദാബിയിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ അബുദാബിയിലേക്ക് പോവാണ്. ഓക്കെ, എത്തിഹാദാണ് ഫ്ലൈറ്റ്. നമ്മളിപ്പോൾ അബുദാബി എയർപോർട്ടിലെത്തി. ലൗഞ്ചിലൊക്കെ കുറച്ച് നേരം കറങ്ങി നടന്നു. അവസാനം റെസ്റ്റോറൻറ്റ് ലൗഞ്ചിൽ കണ്ടുപിടിച്ചു. അങ്ങനെ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഫുഡൊക്കെ കഴിച്ചു. നേരെ ബോർഡിങ്ങിന് കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ബോർഡ് ചെയ്തിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫ്ലൈറ്റിൽ കയറി. ഇത് എത്തിഹാദിൻ്റെ ഫ്ലൈറ്റാണ്. ഇവിടെ നമുക്ക് വാം ടമ്മിലൊക്കെ തന്നിട്ടുണ്ട്. അതിന് നമ്മൾ മെനു ഒക്കെ നോക്കി കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. ജസ്റ്റ് ഒരു ഡ്രിങ്ക് വെർജിൻ മേരി ഓർഡർ ചെയ്തു. പിന്നെ കുറച്ച് ബിരിയാണി കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഫ്ലൈറ്റിലേക്ക് ഒന്ന് കറങ്ങി നോക്കി. ടോയ്ലറ്റൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊരു കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫ്ലൈറ്റാണ്, ബിസിനസ് ക്ലാസ് ആണെങ്കിലും. ഓക്കെ, അങ്ങനെ നമ്മൾ സുമാത്രയിൽ എത്തിയിരിക്കുകയാണ്. ഇത് നമ്മൾ താമസിക്കുന്നത് മാരിയറ്റ് ഹോട്ടലിലാണ്. നമ്മളിവിടെ മാരിയറ്റിൽ ചെക്ക് ഇൻ ചെയ്തു ജസ്റ്റ് നമ്മൾ റൂമിലേക്ക് പോവാണ്. റൂമിലെത്തിയിരിക്കുകയാണ്. ഇവിടെ കൊള്ളാം, എല്ലാം നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇതിന് പുറത്ത് നോക്കി കഴിഞ്ഞാൽ സുമാത്രയുടെ ഒരു സിറ്റി വ്യൂ ആണ് നമുക്കുള്ളത്. അതിൻ്റെ അടുത്തൊരു മോളുണ്ട്. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മോളാണ് അടുത്തുള്ളത്. ഇവിടെ കുറച്ച് ഇന്ത്യൻ ഫുഡൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ഫുഡൊക്കെ കഴിച്ച് വൈകിട്ട് മോളിൻ്റെ വ്യൂ ഒക്കെ കണ്ട് ഇവിടെ കിടന്നുറങ്ങാൻ പോവാണ്. അപ്പോൾ നല്ല വണ്ടികളൊക്കെ ഇങ്ങനെ നിരന്തരമായിട്ട് പോകുന്നുണ്ട്. ഇവിടെ ചെറുതായിട്ട് ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ പെയ്യുന്നുണ്ട്. രാവിലെ ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഓഫീസിൽ പോകാൻ വേണ്ടി റെഡിയായി. ഓഫീസിലൊരു ചെറിയ ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് നമ്മളെ പോലീസ് എസ്കോർട്ടിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് പോലീസ് എസ്കോർട്ടൊക്കെ. വൈകിട്ട് നമ്മൾ തിരിച്ചു വന്നു. നേരെ കുറച്ച് ചില്ലൗട്ട് അടിച്ചു ഫ്രണ്ട്സിൻ്റെ കൂടെ. വീക്കെൻഡിൽ നമ്മൾ ഫസ്റ്റ് ഡേയിൽ ആദ്യം ഒരു മൗണ്ട് സിനബോങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്റ്റീവ് വോൾക്കാനോ കാണാൻ വേണ്ടിയിട്ട് പോയി. ഇതൊരു 2021 ആക്റ്റീവായിട്ടുള്ള ഇറപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വോൾക്കാനോ ആണ്. നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല, കാരണം ഇപ്പോഴും ഇത് ആക്റ്റീവാണ്. അപ്പോൾ ഈ വോൾക്കാനോ കണ്ടിട്ട് നമ്മൾ നേരെ ഒരു വീക്കെൻഡ് ഒരു 1 ഡേ അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തു. അതിൻ്റെ അടുത്തുള്ള ഒരു റീജിയന് ഫോട്ടോ ഒക്കെ എടുത്തു. കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുമ്പോൾ കംപ്ലീറ്റ് മഴയായിരുന്നു. അവിടെ നല്ല സ്ട്രോങ് ആയിട്ട് മഴയൊക്കെ പെയ്യുന്ന സ്ഥലമാണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ നമ്മൾ ഇഷ്ടാന മൈമൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാലസിൽ പോയി. അവിടെ നമ്മൾ കുറച്ച് വലിയ സൈസുള്ള പാലസല്ല, ചെറുതാണ്. അവിടെ ഷാൻഡ്ലിയേഴ്സ് ഒക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് തിരിച്ചു. ഇത് സുമാത്ര താമസിച്ചുകൊണ്ടിരുന്ന ഒരു പഴയ കാശാരൻ്റെ വീടാണ്. അവിടെ നമ്മൾ പോയി പുള്ളിയുടെ ഹിസ്റ്ററിയൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഡൂറിയാൻ ട്രൈ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഡൂറിയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ളൊരു ഏകദേശം നമ്മുടെ ചക്കയുടെ ഒരു ടേസ്റ്റൊക്കെ ഉള്ള എന്നാൽ അതുപോലെയല്ല, ഒരു കുറച്ച് വയലൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ടാണ്. ഞാൻ കഴിച്ചു, എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. പക്ഷേ പലർക്കും നമ്മൾ ടീമിനുള്ളിൽ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, നമ്മളിവിടെ ഒരു വർക്ക് കഴിയുന്നതിന് മുന്നേ ഉള്ള ഒരു ടീം ഡിന്നറിന് വേണ്ടി വന്നതാണ്. ഇവിടെ നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്തുള്ള ഒരു റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ നല്ലൊരു ആംബിയൻസ് ഉണ്ട്. നമ്മുടെ ടീം മെമ്പേഴ്സായിട്ട് ഇവിടെ നമ്മളൊരു ദിവസം ഡിന്നറൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മുടെ ഈ സുമാത്രയിൽ വന്നിട്ടുള്ള ടാസ്ക് എല്ലാം കംപ്ലീറ്റ് ആയതിൻ്റെ ഒരു സെലിബ്രേഷൻ ആയിരുന്നു അത്. അങ്ങനെ നമ്മൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് വീണ്ടും ഫ്ലൈറ്റിൽ കയറിയിരിക്കുകയാണ്. ഷാമ്പയിനെ കുടിച്ച് നേരെ ദുബായിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയുമായിരുന്നു നമ്മുടെ ട്രിപ്പ്. ദാറ്റ്സ് ഓൾ ഗൈസ്, താങ്ക് യു.